അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. പക്ഷേ ഈ വ്ളോഗ് എനിക്ക് അത്ര നല്ല വ്ളോഗല്ല. ശാരീരികമായും മാനസികമായും അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇന്നത്തെ വ്ളോഗിൽ എല്ലാം പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്ന് വേറൊന്നുമില്ല സംഭവം. നമ്മളെല്ലാരും എന്താണ് പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കും, പിന്നെ അതൊക്കെ കാണും, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. എന്താ സ്പെഷ്യൽ? കുറച്ച് അധികം വർഷം പഴക്കമുള്ള കുറച്ച് സാധനങ്ങളാണ്. വേറൊന്നുമല്ല, ഏറ്റവും പഴയകാല ഓർമ്മകൾ. ചില്ലറപ്പെട്ട ഓർമ്മകളൊന്നുമല്ല കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ മനുഷ്യന്റെ അടുത്തു നിന്ന്. അത് സത്യം പറഞ്ഞാല് ഇത് എവിടെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാൻ കത്തിച്ചു കളഞ്ഞത്. ഇവളുടെ സ്വഭാവത്തിൽ എവിടെ ഏതോ ഗുദാവി വെച്ചിരുന്ന സാധനം എവിടുന്ന് എടുത്തോണ്ട് വന്നതെന്ന്. ഈ വീട്ടിലെ പല മുറികളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും ഞാൻ വളരെ കഷ്ടപ്പെട്ട് പലതും കണ്ടെടുത്തിട്ടുണ്ട്. കുറെയൊക്കെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അതിൽ മിച്ചമുള്ളതിൽ കുറച്ച് സാധനം ഈ കവറിലേത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് കാണാം. ഞാൻ ചിലതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാം പറയാൻ പറ്റും. നമുക്ക് കാണാം. ഫസ്റ്റ് ഒരു CD. തുടക്കമേ CD. ഇത് എന്ത് CD ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞത് ഇതെന്ത് സീരിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പണ്ടത്തെ കമ്പ്യൂട്ടർ ബുക്കിന്റെ പുറകെ ഒരു സീരിയാണ്. ആ സീരിയാണ് പഴയ ഒരു ഡയറി. നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന ഒരു നോർമൽ ഡയറി. ഇതിലെല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇനി വരാൻ പോകുന്നത് എന്താണ്? ഇനി പിന്നെ കൊറേ ഇതുണ്ടാണ് ഇമാതിരി സാധനങ്ങൾ. എന്തായാലും നമ്മുടെ കാർഡുകള് ഇപ്പൊ ഇത് വളരെ കുറവാണ് തോന്നുന്നത്. ഓരോന്നും എണ്ണി പറയണമെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ആരൊക്കെ തന്നതാന്നുള്ള കാര്യത്തില് സോറൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ്. ആരാണ് എനിക്ക് അറിഞ്ഞൂടാ. ആരാണ് പേരുന്നില്ല. ഫ്രം ലവ് ഒക്കെ തന്നേക്കുന്നു. നിങ്ങൾ ലവ് ഒക്കെ കാണുന്നുണ്ടോ? എന്ത് എഴുതണമെന്ന് നമുക്ക് ഇതൊക്കെ പിന്നെ എഴുതാം. തന്നതാണോ? നല്ല രസം തന്നെ. ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? കിട്ടിയാട്ടോ. ഇതും ഹാപ്പി ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇതെന്താ എഴുതി വെച്ചേക്കുന്നത്? ലൈഫ് എന്നല്ലേ? ലൈഫ് എന്നാണോ? അതെ, ലീവ് ലോങ് ലൈഫ് എന്ന്. അയ്യോ എക്സ് എന്ത് ചെയ്യണം പറയും. പെൺപിള്ളേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർഡാണ്. വലിയ വിലയില്ല. പക്ഷെ ഇതിലെല്ലാം ഇതൊക്കെ എന്താണ്? അയ്യോ വായിക്കല്ലേ. നിങ്ങൾക്കറിയോ, ഇന്നലെ ഈ ആള് ഇതുവരെ എന്നെ അങ്ങനെ പെറ്റേമൊന്നും വിളിക്കാറൊന്നുമില്ല. കൊച്ചേന്ന് വിളിക്കും കൂടി പോയാല്. എന്നിട്ട് ഇന്നലെ വന്നിട്ട് എന്നെ വിളിക്കും എന്താണ്? സ്വീറ്റീന്നോ ക്യൂട്ടീന്നോ അങ്ങനെ കൂട്ടീന്നൊക്കെ വിളിച്ചിട്ട് ഇനി എന്നെ പറക്കി പറയാൻ ഒരുപാടുണ്ട്. കണ്ടോ ഞാൻ അടുത്തത്. ഇതെന്താണ്? ഇത് ന്യൂ ഇയർ കാർഡ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പഴയ ന്യൂ ഇയർ കാർഡാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ വീണ്ടും വീണ്ടും കാണുന്നതൊക്കെ നമുക്ക് തോന്നും, പക്ഷെ കാണിക്കരുത്. കണ്ടോ ഇതൊക്കെ കാണും നിങ്ങള്. ക്രിസ്മസ് പേരില്ലാത്ത ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ അത് കുത്തിയിരുന്ന ഓരോ ലൈനും വായിച്ച് ഇവിടെ കോലാഹലം ഉണ്ടാക്കിയതാണ് ഫസ്റ്റ്. പിന്നെ നമുക്കത് രസമായിട്ടൊക്കെ തോന്നി. ഇതൊക്കെ ഇത് ക്രിസ്മസിനൊക്കെ കിട്ടിയതാട്ടോ. എല്ലാ പെൺപിള്ളേരെ അവിടത്തേക്ക് ഇതൊക്കെ തുറന്നും തന്നല്ലേ ഞാൻ വലിച്ചു കീറും. ഹാപ്പി ബർത്ത്ഡേക്ക് കിട്ടിയതാ. ഇത് കണ്ടോ? തുറക്കുമ്പോ തന്നെ ഇങ്ങനെ എടുത്തത്. ഇങ്ങനെ അടക്കും, ഇങ്ങനെ തുറക്കും. കണ്ടോ? ഇത് 2011 2012 ടൈമിലുള്ളത്.
എന്നാ തിന്നോന്ന് ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ. ഈ പൂവിന്റെ ഇതിലുകൾ പോലെ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന നാം പരിമളം പടർത്തിയ കാലം ഇതാ ഇതാ അവസാനിക്കുന്നു. ഈ പൂക്കളും ഇവിടെ അവസാനിക്കുന്നു. എന്റെ ഈശ്വരാ, ഒരു എന്താണ് പൂവിന്റെ ഹിന്ദിയോ? മൊമെന്റ്സ് കൊള്ളാതെ ബാക്കി കൂടെ പണ്ടൊക്കെ ഇത്ര മീൻ ഒരുപാട് കാടുകളുണ്ട്. എല്ലാ റോസും പൂമ്പാറ്റയും ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ടുപിടിച്ച നന്നായി. ഈ ആള് കൊറേ തന്നിട്ടുണ്ടല്ലോ കാട്. ഇതാരാന്ന് കണ്ടുപിടിക്കുക. ഞാൻ കണ്ടുപിടിച്ചല്ലോ. കണ്ടുപിടിക്കാൻ ഞാൻ ഭയങ്കര മിടിക്കുക കേട്ടോ. ഇത് പണ്ടത്തെ മറ്റേ നമ്മളിങ്ങനെ തുറക്കുമ്പോ കാരണം ഇത് വർഷങ്ങള് ഇത് എന്റെ കുഞ്ഞിലത്തെ എനിക്കിത് ഇത് അതെ അതെ ഓ എന്റെ ഒന്നാം പിറന്നാളിന് എന്തോ ഉള്ള കാർഡ്. അത് 95 1995 കാർഡായത്. 1995 എനിക്ക് എന്താ താഴെ ചേച്ചിയും എന്താ പറയാ ചിത്രാന്റിയും ഭൂമിയാന്റിയും കൂടെ തന്ന കാർഡ്. കിരൺ പാണ്ഡ്യൻ. ആളുടെ പേരാണ് പാണ്ഡ്യൻ. എന്ത് പാണ്ഡ്യന്? പാണ്ഡ്യൻ പണ്ടത്തെ പേരാണ് പാണ്ഡ്യൻ. ഇത് ഏതായ ഇന്നത്തെ എഴുതിയേക്കൊന്ന് ഞാൻ വായിക്കാൻ കേട്ടോ. അപ്പിക്കിര. അപ്പിക്കിര. ഇവിടെ പറഞ്ഞ അപൂർവത്തിൽ ഒരു ആണിന്റെ കിട്ടിയ കാണാ മിക്കവാറും. അപ്പിക്കിര. എന്തിന് വിശേഷങ്ങളൊക്കെ സുഖങ്ങളൊക്കെ തന്നെ. തള്ളെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഒറ്റ ഓട്ടം വെച്ച് കൊടുക്ക. അപ്പി. ഓ വിത്ത് ലവ്. വിത്ത് ലവ്. ഇത് ഭയങ്കര കഷ്ടപ്പെട്ട് പിന്നെ കടിച്ചു വെച്ചേക്കുവാണ്. തുറക്കേണ്ടത് എങ്ങനെ അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അന്ന് എത്ര കാലം ഇതൊക്കെ കണ്ടു കഴിയുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണുന്നതാണ്. ഒരു ആൺകുട്ടി കിട്ടിയിട്ട് ശുഭച്ഛായ ഓപ്പൺ വിത്ത് യുവർ വി സ്മൈൽ. സ്മൈൽ ചെയ്തേ. സ്പെഷ്യൽ ഫ്രണ്ട്. എന്റെ പൊന്നോ, ഇത് വലിയൊരു സംഭവം കണ്ടോ? കണ്ടോ? നല്ല രസല്ലേ കണ്ടേ? കൊള്ളാല്ലേ? ചേച്ചി കൊറേ കഷ്ടപ്പെട്ട് എഴുതിയതാന്നൊക്കെ തോന്നുന്നു. യെസ്, നല്ലോണം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചേച്ചി ഉണ്ടാക്കിയൊരു കാർഡാണിത്. ക്രിസ്മസ് അല്ലേ? ബെസ്റ്റ്. ഇത് ന്യൂ ഇയർ കാർഡാണ്. എല്ലാം പെൺകുട്ടികളായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നീ വലിച്ചു കീറിയ താജ്മഹാളിന്റെ കാർഡ്. ഇത് ഞാൻ നീ വലിച്ചു കീറിയത് തന്നെ. ഇത് നല്ല കാർഡായിരുന്നു, അടിപൊളി കാർഡായിരുന്നു. നീ ഭയങ്കര ഇഷ്ടമുള്ള കാർഡായിരുന്നു. നീ നമുക്ക് വലിച്ചു കീറി ഈ കോലമാക്കി വെച്ചേക്കുന്നു. ക്രിസ്മസ് ഒക്കെ വരല്ലേ, എല്ലാരും പഴയ പഴയ ഓർമ്മകളൊക്കെ എപ്പോഴും തട്ടി എടുക്കാൻ നമുക്ക്. ഇതും ആസ് യൂഷ്വൽ ഞാൻ പറയുന്നില്ല. ഇനിയാണൊരു വലിയ കാർഡ്, അങ്ങ് മുതൽ ഇങ്ങ് വരെ നീളമുള്ള കാർഡ്. എന്റെ പകുതി സൈസ് ഉണ്ടെന്ന് തോന്നിയത് അത്രയ്ക്ക്. എന്തൊക്കെ ഒരുപാട് എന്റെ പൊന്നേ. ഇതാണ് ബ്ലഡ്. എനിക്ക് വേണ്ടി ഒരു തുള്ളി ചോര. എന്തിരുന്നാലും ഇങ്ങോട്ട് ഞാൻ വളരെ ഡീറ്റെയിലിട്ട് കാണിക്കുക. കണ്ടു, ഇത് ഫുള്ളി ലവ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും സൂക്ഷിച്ചു വെക്കോ കല്യാണം വരെ? കല്യാണത്തിന് 2 ദിവസം മുമ്പിൽ ഇതൊക്കെ കൊണ്ട് കത്തിച്ചാലായിട്ട് ഇതൊക്കെ വൈഫിനെ കാണിക്കാൻ കൊള്ളാവുന്നതാണ്. ഇതൊക്കെയോ കുറെ എഴുതിയിട്ട് 4 സൈഡിലും ഇതുവഴി എഴുതി വെച്ചേക്കുന്നു, ഇതുവഴി എഴുതി വെച്ചേക്കുന്നു, ഇതുവഴി ഇല്ലാത്ത വഴികളൊന്നും ഇല്ല. ഇനി നമുക്ക് തുറക്കാം. ഇത് വളരെ വളരെ വലിയൊരു കാർഡും വളരെ ഇഷ്ടപ്പെട്ട കാർഡും. ഇത് ഞാൻ കീറിയതാട്ടോ. ഇത് ഞാൻ കീറിയത്. എനിക്ക് ദേഷ്യം ഇത്ര കീറിയുള്ളൂ. കണ്ടോ എന്നെ തല്ലുന്നത്.
അതിന് മുന്നേ ഞാൻ വലിച്ചു എടുത്ത് തിരിച്ച് വാങ്ങിയത് ഇല്ല. കണ്ടോ ഇത്രയും വലിയ കാര്യം ഇതിനകത്ത് എന്താ ഒന്ന് വായിച്ചേ. Your kisses make me feel so tingly inside. അത് ആ കാതിലുള്ള റൈറ്റിംഗ് ആണ് കേട്ടോ. അതിന് വെറുതെ വിട്ടേക്കുന്നു. ഇത് കണ്ടു, ഇത് കണ്ടു. ഇതിൽ നിറച്ചിത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു വലിയ കത്താണ്, അത്രേ പറയാനുള്ളൂ. ഇനി 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 വലിയ വലിയ അതൊന്നും വേണ്ട. ഇതൊക്കെ അതൊന്നും നീ കാണാതെ മാറ്റിയ സാധനങ്ങളാണ്. അവിടെ നിൽക്കി. ഇനിയാണ് മെയിൻ സാധനങ്ങൾ. മാറുന്നുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ എഴുതി അങ്ങോട്ട് നമ്മൾ പാസ് ചെയ്യും. ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഉള്ള സമയത്തും പിന്നെ എന്താണ് മിണ്ടാൻ പറ്റാതിരിക്കുന്ന സമയങ്ങളിൽ അത് വേറെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പേപ്പർ പോലും വെറുതെ വെച്ചിട്ടില്ല. ഇതൊക്കെ കണ്ടു. ഇതൊക്കെയാണ് ഓരോ പേപ്പറിനകത്തോട്. ഇതാരും സൂം ചെയ്ത് വായിക്കാൻ നിൽക്കണ്ട. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇല്ലാത്തായിട്ടൊന്നുമില്ല. ഈശ്വരന്മാര് അത് അടുത്ത് എന്ത് ചെയ്യും? ഓരോന്ന് തുറക്ക് കാണട്ടെ. കണ്ടോ വലിയ സോറ് ഒക്കെ എഴുതി വട്ടത്ത് വിട്ടേക്കുന്നു. വേണ്ട, എന്നോട് മിണ്ടണ്ട കേട്ടോ, എന്നോട് മിണ്ടണ്ട. അത് മിണ്ടുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും സൂക്ഷിച്ചു വെക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുമാതിരി സാധനങ്ങളൊക്കെ ഇത് ഡയറിയോ ഡേറ്റും സമയമൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. സമയം വരെ എഴുതിയിട്ടുണ്ട്. 2:58 AM സമയം വരെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലോ ആ സമയത്തൊക്കെ എഴുതിയ. നോക്കണ്ട, അടുത്തതുണ്ട്, ഇനിയുണ്ട്, ഇനി ഒരുപാടുണ്ട്. ടീച്ചറാ ഇതൊക്കെ എന്താണ്? കൊറേ ഉണ്ട്. ചപ്പ് ചവറുകൾ എല്ലാം വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. തീർന്നില്ലേ ഇത്? ഇത് മാത്രമേ വളരെ ഒരു ചെറിയൊരു തുണ്ട പേപ്പർ, ഇതിനെക്കാട്ടിലൊക്കെ വളരെ ചെറിയൊരു പേപ്പർ വരെ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. ഇനി അത് ഞാൻ എടുത്ത് കളഞ്ഞൊന്നും എനിക്ക് അറിയത്തില്ല. ചെറിയൊരു പേപ്പറിലുള്ള സാധനം വരെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. കരയണ്ട എന്ന് പറയാൻ ഓക്കെ, കഴിക്കുക കേട്ടോ. ലീവ് ഓൾ വാട്ട് ഹാപ്പൻ, സ്റ്റഡി വെൽ. ഓട്ടോഗ്രാഫ് അല്ലേ പണ്ടത്തെ സ്കൂളുകളില്? ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് നമ്മള് +2 10ാം ക്ലാസ്സും ഒക്കെ 2 ബുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരെണ്ണമുള്ളല്ലേ? ഒരെണ്ണോടെ ഉണ്ടായിരുന്നു, കാണുന്നില്ലത്. അതുകൊണ്ട് 10 ലക്ഷം. അതിനകത്ത് ഈ ഓരോ ഓട്ടോഗ്രാഫ് നമ്മൾ വാങ്ങും. നമ്മുടെ ഫ്രണ്ട്സിന്റെ എന്താണ് എഴുതാനുള്ള അതിൽ എഴുതി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഒരു ദിവസം കൊടുത്തങ്ങ് വിടും ബുക്ക്. കാരണം അവർ അത്രയും പൂവും കായും ഒക്കെ ഒരുപാട് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ലാസ്റ്റും പേജുകൂടെ നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇതാണ് ഓട്ടോഗ്രാഫ്. ഇത് നിങ്ങൾ വേറെന്തൊരു പേര് പറയായിരുന്നല്ലോ? അല്ല, വേറെന്തോ ഒരു ബുക്ക് എന്ന് പറയായിരുന്നല്ലോ. അങ്ങനെയും മതി. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ വരുമ്പോ ചിലപ്പോ എന്റെ കണ്ണൊക്കെ കരുതി അതൊന്നും മൈൻഡ് ആക്കണ്ട. അപ്പൊ മറ്റൊരു വ്ലോഗായിട്ട് കാണാം. അതുവരെയും ഞങ്ങൾ we are signing off. Take care, love you guys.